എല്ലാവർക്കും ടേസ്റ്റി ഫുഡ്സിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ബ്രെഡ് സാൻഡ്വിച്ചിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബ്രെഡ് സാൻഡ്വിച്ചാണിത്. ഈവനിങ് ടൈമിലൊക്കെ കുട്ടികൾക്ക് ഒരു സ്നാക്കായിട്ട് കൊടുക്കാനും നമുക്കിത് പറ്റും. ഇതിൽ അത്യാവശ്യം വെജിറ്റബിൾസും ചീസും ബട്ടറും ഒക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റിയുമായിരിക്കും. അപ്പോൾ നമുക്ക് സാൻഡ്വിച്ച് റെഡിയാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. അതിനായിട്ട് 3-4 പൊട്ടറ്റോ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്തെടുക്കണം. ഈ ബോയിൽ ചെയ്ത് നന്നായിട്ട് ഉടച്ച് മാറ്റി വെക്കാം. നമുക്ക് ഒരു ഫ്രൈയിങ് പാൻ ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് നമുക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. ആ ബട്ടർ ഒന്ന് നന്നായിട്ട് മെൽട്ടായി വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് ജീരകം കൂടി ഇട്ട് കൊടുക്കാം. ജീരകം എന്ന് പറയുമ്പോൾ കുറേ കൂടുതലൊന്നും വേണ്ട, ഒരു 1/2 ടീസ്പൂൺ അത്ര മതി. അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു പൊട്ടറ്റോ ഇല്ലേ, ഈ പൊട്ടറ്റോയും കൂടെ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇതൊക്കെ ഇട്ട് കൊടുക്കുക. ഇതിനൊരു പ്രത്യേകിച്ച് അളവൊന്നും പറയുന്നില്ല, കാരണം ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. മുളക് പൊടിയൊക്കെ കൂടുതൽ എരിവ് ഇഷ്ടമുള്ളവരാണെങ്കിൽ അതുപോലെ കൂടുതൽ ചേർത്ത് കൊടുക്കുക. പിന്നെ ഉപ്പും കൂടെ ഇട്ടിട്ട് ഇതെല്ലാം കൂടെ ഒന്നും കൂടെ നന്നായിട്ട് മിക്സാക്കി എടുക്കുക. പൊട്ടറ്റോയോടൊപ്പം ഈ പൗഡറുകളൊക്കെ പാനിൽ വെച്ചിട്ട് തന്നെ നമുക്കൊന്ന് നന്നായിട്ട് ചൂടാക്കി എടുക്കാം. അതിൻ്റെയോടൊപ്പം നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് സാൻഡ്വിച്ചിൻ്റെ അകത്ത് വെച്ച് കൊടുക്കാനുള്ള ഒരു ഫില്ലിംഗ് ആയിട്ടാണേ. മല്ലിയിലയും കൂടെ ചേർത്ത് കഴിയുമ്പോൾ നല്ലൊരു സ്മെല്ലാട്ടോ ഇപ്പോൾ വരുന്നത്. ഇനി നമുക്ക് ഗ്രീൻ ചട്നിയും കൂടെ ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് മല്ലിയില, ആവശ്യത്തിനുള്ള ഉപ്പ്, പച്ചമുളക്, ചെറുനാരങ്ങയുടെ പകുതി മാത്രം ചേർത്താൽ മതി. ഇനി ഗ്രീൻ ചട്നി ഉണ്ടാക്കാനായിട്ട് ഒരു മിക്സറിൽ കുറച്ച് മല്ലിയില, അതുപോലെ 2-3 പച്ചമുളക്, നല്ല എരിവുള്ളതാണെങ്കിൽ 2 പച്ചമുളക് മതി, എരിവില്ലാത്തതാണെങ്കിൽ ഒരു 4 എടുക്കാം. അതുപോലെ ഒരു ചെറുനാരങ്ങയുടെ പകുതി എടുക്കുക, അതിൻ്റെ നീരും കൂടെ പിഴിഞ്ഞൊഴിക്കാം നമുക്ക്. അതിൻ്റെ കൂടെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പൊന്നും അധികമായി പോകരുത്, കാരണം ഇതിൽ പൊട്ടറ്റോ ഫില്ലിങ്ങും അതുപോലെ ബട്ടറൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിലൊക്കെ തന്നെ ഉപ്പുണ്ടാവും. അപ്പോൾ എല്ലാം പാകത്തിനുള്ള അളവിലായിരിക്കണം. അരച്ചെടുക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം കൂടെ നമുക്ക് ആഡ് ചെയ്യാം. അധികമായി പോകരുത്, കാരണം ഇത് സാൻഡ്വിച്ചിൻ്റെ അകത്ത് നമുക്ക് അത് സ്പ്രെഡ് ആക്കാനുള്ളതാണ്. വെള്ളം പോലെ ആയി പോകരുത്. അതുകൊണ്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം, എങ്ങനെ ഉണ്ടെന്ന് നോക്കാമല്ലോ. കണ്ടോ, നല്ല ഗ്രീൻ കളറുള്ള ചട്നി തന്നെ ആയിട്ടുണ്ട്. മല്ലിയിലയുടെ നല്ല കളറൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സാൻഡ്വിച്ചിന് ആവശ്യമുള്ള ബ്രെഡ് എടുക്കാം. ബ്രെഡ് നല്ല സ്ലൈസായിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സാൻഡ്വിച്ച് ഉണ്ടാക്കുമ്പോൾ സാൻഡ്വിച്ച് ബ്രെഡ് തന്നെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നതിന് തന്നെ ബ്രെഡ് ഉണ്ട് വേറെ, പക്ഷെ ഇപ്പോൾ ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന സാധാരണ ബ്രെഡാണ്. ഇനി നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് ആവശ്യമുണ്ട്. ഞാൻ സാൻഡ്വിച്ചിലേക്ക് വെച്ച് കൊടുക്കാമെന്ന് വിചാരിക്കുന്നത് കുറച്ച് കുക്കുംബറും, അതായത് കക്കിരിക്കയും ടൊമാറ്റോ ആണ്. ചെറിയ പീസായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കുക്കുംബർ ഇപ്പോൾ ഞാൻ കട്ട് ചെയ്തപ്പോൾ കണ്ടില്ലേ, കുറച്ചൊരു വലിയ പീസൊക്കെ ആയിപ്പോയിട്ടുണ്ട്. ഒരു വണ്ണം കുറച്ച് കൂടി പോയിട്ടുണ്ട്. അങ്ങനെയൊന്നും ആവരുത്. ബ്രെഡിൻ്റെ അകത്ത് വെച്ച് കൊടുക്കേണ്ടതില്ല, ഇതൊക്കെ നമുക്ക് ഫില്ല് ചെയ്ത് വെക്കേണ്ടതാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള പാകത്തിനനുസരിച്ചുള്ള വേണം നമ്മൾ കട്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ടൊമാറ്റോയും നേരി പീസായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. സാൻഡ്വിച്ച് റെഡിയാക്കുന്നതിന് ആവശ്യമായ എല്ലാ ഐറ്റംസും ഞാനിപ്പോൾ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിൽ ഒന്നാമത്തത് ഏറ്റവും ആദ്യം തയ്യാറാക്കി വെച്ചിരിക്കുന്ന പൊട്ടറ്റോ മസാല, പിന്നെയുള്ളത് അത്യാവശ്യം ചീസാണ്, ബട്ടർ എടുത്തിട്ടുണ്ട്, സാൻഡ്വിച്ചിൻ്റെ മുകളിൽ ഏറ്റവും ലാസ്റ്റ് ഒന്ന് വിതറാൻ വേണ്ടിയിട്ടുള്ള സേവ്, ടൊമാറ്റോ സോസ്, ലാസ്റ്റ് നമ്മൾ കട്ട് ചെയ്ത് വെച്ച് വെജിറ്റബിൾസ്, ഗ്രീൻ ചട്നി, പിന്നെ ഏറ്റവും ലാസ്റ്റായിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡും. ഇനി നമുക്ക് ഇതൊക്കെ വെച്ചിട്ട് ഒന്ന് സാൻഡ്വിച്ച് വേഗം റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് 2 പീസ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ബ്രെഡിൻ്റെത്. അതിലൊരു പീസിൽ ബട്ടർ നന്നായിട്ട് എല്ലാ ഭാഗത്തും എത്തുന്ന തരത്തിൽ സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട്. ബ്രെഡിൻ്റെ 4 സൈഡും ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നത് നല്ലതാണ്. സാൻഡ്വിച്ച് ബ്രെഡ് ആകുമ്പോൾ നല്ല വലിപ്പം ഉള്ളത് കൊണ്ട് നമുക്കത് നല്ല ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കുകയും ചെയ്യാം. കഴിക്കുന്ന സമയത്ത് നല്ലൊരു പീസ് തന്നെ ഉണ്ടാവും.
ഇത് പിന്നെ ചെറിയ ബ്രെഡ് ആയതുകൊണ്ട് തന്നെ ഞാൻ കട്ടൊന്നും ചെയ്യാൻ നിന്നിട്ടില്ല. അപ്പോൾ എല്ലാ ഭാഗത്തും ഒരു ബ്രെഡിൻ്റെ എല്ലാ ഭാഗത്തും ഞാൻ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ബ്രെഡും കൂടി എടുത്തു അതിലേക്കും ഇതുപോലെ തന്നെ ചെയ്ത് വെക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ഗ്രീൻ ചട്നി ആഡ് ചെയ്യാം. ഗ്രീൻ ചട്നി ഉണ്ടാക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം പറഞ്ഞിരുന്നു, അധികം വെള്ളം ചേർത്തിട്ട് ലൂസ് ആവരുത്. കാരണം ബ്രെഡിലേക്ക് സ്പ്രെഡ് ചെയ്യുന്ന സമയത്ത് അത് കുറച്ചൊരു തിക്നെസ്സിൽ അവിടെ നിൽക്കണം. അതുകൊണ്ട് ആ പാകത്തിൽ തന്നെ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് നോക്കണേ. ഇനി അടുത്തതായിട്ട് എടുക്കുന്നത് ടൊമാറ്റോ സോസാണ്. ഈ ടൊമാറ്റോ സോസ് ഇവിടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. ഇനി നെക്സ്റ്റ് ടൈം വീഡിയോ ഇടുന്ന സമയത്ത് ടൊമാറ്റോ സോസും കൂടെ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അതും കൂടെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അടുത്തതായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് പൊട്ടറ്റോ ആണ്. പൊട്ടറ്റോ മഞ്ഞൾപ്പൊടിയും ഉപ്പുമൊക്കെ ചേർത്ത് ബോയിൽ ചെയ്ത് അത് നല്ലൊരു മസാലയാക്കി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതും കൂടെ നമുക്കിവിടെ നല്ല തിക്കായിട്ട് തന്നെ വെച്ച് കൊടുക്കാം. അങ്ങനെ അതും കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് വെജിറ്റബിൾസും കൂടെ വെച്ച് കൊടുക്കാം. മുറിച്ച് വെച്ചിരിക്കുന്ന ടൊമാറ്റോയും അതുപോലെ കുക്കുംബറും കൂടെ ഇപ്പോൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ചീസാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലൊന്ന് എടുത്തിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തിടാം. ചീസ് കൂടെ ഗ്രേറ്റ് ചെയ്തതിന് ശേഷം ഗ്രീൻ ചട്നി മാത്രം സ്പ്രെഡ് ചെയ്തിരിക്കുന്ന ആ ഒരു ബ്രെഡ് പീസും കൂടെ നമുക്കിതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. അതുപോലെ രണ്ട് സൈഡിലും കുറച്ച് ബട്ടർ കൂടെ ചേർത്തിട്ട് ഒരു തവയിലിട്ടിട്ട് നമുക്ക് രണ്ട് സൈഡും ഒന്ന് ചൂടാക്കിയെടുക്കാം. ബ്രെഡിൻ്റെ ഒരു സൈഡ് നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്ക് രണ്ടാമത്തെ സൈഡും കൂടെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ രണ്ട് സൈഡും നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി ഇനി ഇതൊരു ട്രയാങ്കിൾ ഷേപ്പിൽ ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ്. രണ്ട് ഭാഗത്തും നന്നായിട്ടൊന്ന് മൊരിച്ചെടുത്ത സമയത്ത് ഉള്ളിലുള്ള ചീസൊക്കെ കുറച്ചൊന്ന് മെൽറ്റായി ആ വെജിറ്റബിൾസും ബട്ടറും ഒക്കെ കൂടി നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സാൻഡ്വിച്ച് ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി അത് സെർവ് ചെയ്യുന്നതിന് മുന്നേ കുറച്ച് സേവ് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ സാൻഡ്വിച്ചിൻ്റെ മുകളിൽ ഒന്ന് കുറച്ച് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ഒന്ന് കഴിച്ചു നോക്കി. നല്ല ടേസ്റ്റ് ആയിരിക്കും, നല്ലൊരു ക്രിസ്പിനെസ് ഫീൽ ചെയ്യും. ആ ഒരു ചൂടോടുകൂടി ഇതും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇതിന് മുന്നേ അങ്ങനെ ഇട്ട് വെക്കരുത്, കാരണം അതിൻ്റെ ഒരു ക്രിസ്പിനെസ് ഒക്കെ പോയി പോകും. അതുകൊണ്ട് സെർവ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ മാത്രം ഇതൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ കാണുന്ന ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് വെക്കാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ ആവുന്ന സമയത്ത് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു.